ഹലോ മുത്തുമണികളെ, നിങ്ങൾക്ക് ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. നോക്കൂ. ഈ ഒരു വീഡിയോയിൽ കാണുന്ന ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടായിരുന്നോ? ആ സ്ത്രീ ആ ബസ്സിനടിയിലേക്ക്, ആ ബസ്സിന്റെ ടയറിലേക്ക് വീണു. കുറച്ചിങ്ങനെ ഒരഞ്ഞ് ആ സ്ത്രീയുടെ പാൻറ്, ആ സ്ത്രീ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കീറിപ്പോയി. അവിടെ കൂടിയത് മുഴുവൻ ആരായിരുന്നു? ഒരൊറ്റ സ്ത്രീകളെ പോലും അവിടെ കാണുന്നില്ല. അവിടെ ഓടിക്കൂടി വന്നവരൊക്കെയും തന്നെ ആണുങ്ങളായിരുന്നു. ശരിക്കു പറഞ്ഞാല് എൻ്റെ ശരീരം നോക്ക്, എൻ്റെ ശരീരത്തിലെ രോമങ്ങൾ പോലും അത് കാണുമ്പോൾ എൻ്റെ രോമകൂമങ്ങൾ എഴുന്നേൽക്കുന്നു. കാരണം അത്രയും പ്രൗഡ് തോന്നുന്ന ഒരു രംഗമാണ് അവിടെ കണ്ടത്. അവിടെ ഒരു സ്ത്രീ അപകടത്തിൽപ്പെടുന്നു. അവിടേക്ക് ഓടിക്കൂടിയ ആണുങ്ങൾ മുഴുവൻ ആ സ്ത്രീയുടെ നഗ്നതയിലേക്കല്ല ഉറ്റുനോക്കിയത്, ആ സ്ത്രീയുടെ ഊരിപ്പോയ പാൻറിലേക്കല്ല ഉറ്റുനോക്കിയത്, അവരെ എങ്ങനെ രക്ഷപ്പെടുത്താമെന്നുള്ളതായിരുന്നു. കാരണം അവിടെ കൂടിയ ഓരോ മനുഷ്യനും ഓരോ അമ്മമാരുടെ മക്കളാണ്, ഓരോ ഭാര്യമാരുടെ ഭർത്താക്കന്മാരാണ്, ഓരോ സഹോദരിമാരുടെയും സഹോദരന്മാരാണ്. എത്ര മനോഹരമായ ഒരു കാഴ്ചയാണെന്ന് നോക്ക്. ഇത് കണ്ടു വളരണം നമ്മുടെ സമൂഹത്തിലെ ഓരോ കുട്ടികളും. വീട്ടിൽ നിന്ന് നമ്മൾ പഠിച്ചു തുടങ്ങുന്നതാണ്. ഒരു സ്ത്രീ എന്ന് പറയുന്നത് ബഹുമാനത്തിന് അർഹയായ ഒരു ആളാണ്. ഒരു കുലത്തെ സൃഷ്ടിക്കാനും അതിനെ സംരക്ഷിക്കാനും കഴിവുള്ളവളാണ് സ്ത്രീ. സ്ത്രീ ബഹുമാനിക്കപ്പെടേണ്ടവളാണ്, അപമാനിക്കപ്പെടേണ്ടവളല്ല. പണ്ട് മഹാഭാരത യുദ്ധം നടന്നത് പോലും ഒരു സ്ത്രീയെ ആക്ഷേപിച്ചതിൽ നിന്നാണ്, അപമാനിച്ചതിൽ നിന്നാണ്. അപ്പോ അവിടെ ആ ഓടിക്കൂടിയതിൽ നിന്നും ഒരു മനുഷ്യൻ തൻ്റെ നഗ്നത പുറത്ത് കണ്ടാലും സാരമില്ല, ആ സ്ത്രീയുടെ അഭിമാനം സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ ഉടുത്തിരുന്ന ആ ലുങ്കി ഊരി ആ സ്ത്രീയെ പുതപ്പിച്ചു എങ്കിൽ ബിഗ് സല്യൂട്ട്. നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള ആണുങ്ങൾ ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ, ചേട്ടാ നിങ്ങൾ ആരായിരുന്നാലും, സാറേ നിങ്ങൾ ആരായിരുന്നാലും, നിങ്ങളെ കണ്ടാൽ ഒരു വലിയ ഓഫീസറിനെ പോലെയൊന്നുമില്ല, ഒരു സാധാരണ കുടുംബത്തിലെ സാധാരണ ആളായിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങളെ കല്യാണം കഴിച്ച സ്ത്രീ എത്ര മഹത്വമുള്ള ഒരു സ്ത്രീയാണ് എന്നൊന്ന് ആലോചിച്ചു നോക്കണം. കാരണം അവിടെ സ്വന്തം ശരീരത്തിൽ നിന്നും സ്വന്തം നാണം മറയ്ക്കാൻ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ആ ലുങ്കി ഊരി ആ സ്ത്രീയുടെ, ആരെന്ന് പോലും കണ്ടിട്ടില്ലാത്ത ആ സ്ത്രീയുടെ ആ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഊരി കൊടുത്തു എങ്കിൽ കേരള സമൂഹത്തിന്റെ മുന്നിൽ നിങ്ങൾ മാതൃകയാണ്. മക്കളെ നിങ്ങൾ കണ്ടു പഠിക്കുക. സ്ത്രീയെ ബഹുമാനിക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ കണ്ടു പഠിക്കുക. കാരണം അത്രയേറെ നമ്മളിപ്പോ സ്ഥിരമായിട്ടൊരു ലൈവിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. ലൈവിൽ ഏത് സ്ത്രീ ഐഡിയിൽ ഒരു കമന്റ് വന്നാലും ആ സ്ത്രീയുടെ നഗ്നത പറഞ്ഞ് ആസ്വദിക്കുന്ന ചെറിയ മക്കളുടെ പോലും നഗ്നത പറഞ്ഞ് രതിമൂർച്ച അടയുന്ന വൃത്തികെട്ടവനെ നമ്മൾ കാണുന്നുണ്ട്. അവിടെയാണ് ഇദ്ദേഹം ഇത്രയും വലിയൊരു കാര്യം ചെയ്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ, എൻ്റെയൊക്കെ ചെറുപ്പകാലത്തിൽ എൻ്റെ ഫാമിലിയിൽ ഇങ്ങനെ അമ്മമ്മയും ഒക്കെ പറയും, പിന്നെ ഈ സ്ത്രീ എന്ന് പറയുന്നത് നമ്മൾ സംരക്ഷിക്കേണ്ടവരാണ്, പുറത്തു പോയാൽ പിറകെ കൂടി വരും, ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങളുടെ പിറകെ കൂടി ഞങ്ങളുടെ മാമന്മാരോ അല്ലെങ്കിൽ അണ്ണന്മാരോ ഞങ്ങളുടെ കൂടെ വരും. അപ്പൊ അങ്ങനെയൊക്കെ, അതായത് സ്ത്രീ എന്ന് പറയുന്നത് സംരക്ഷിക്കപ്പെടേണ്ടവളാണ്. ഇന്ന് ഷെഫീന താത്തയുടെ നഗ്നത പറഞ്ഞുകൊണ്ട്, ഷെഫീന താത്തയുടെ ഗുഹ്യഭാഗത്തെ മുടിയടക്കം പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ മഹാനൊക്കെ ശരിക്കും കണ്ടുപിടിക്കണം. ഒരു ഇരുട്ട് വാക്കിൽ, ഒരു അപകട അവസ്ഥയിൽ പോലും ഒരു സ്ത്രീയെ കണ്ടാൽ നീ ഒന്നും വെറുതെ വിടൂല. കാരണം അത്രയേറെ അഴുക്കാണ് നിന്റെയൊക്കെ മനസ്സിലെന്ന് പറയുന്നത്. നമ്മൾ സമൂഹത്തിൽ ഒരു കുട്ടി വരേണ്ടത്
സമൂഹത്തിന് ഉതകുന്ന രീതിയിലാണ്. അവിടെ കൂടിയിരുന്ന ഒരാൾ പോലും അവരുടെ നഗ്നത ആസ്വദിക്കുന്ന ഒരാളെ നിങ്ങൾ കണ്ടോ എന്ന് നോക്ക്. ഊരിപ്പോയ പാൻറ് പോലും അയാൾ വലിച്ചു കയറ്റിയിട്ട് കൊടുത്തിട്ട് അത് ഇരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ സ്വന്തം പേശ ഊരി, സ്വന്തം ലുങ്കി ഊരി ആ സ്ത്രീക്ക് പുതപ്പിച്ചു കൊടുത്തു എങ്കിൽ ആ മനുഷ്യൻ ഗ്രേറ്റ് അല്ലേടോ? ആ മനുഷ്യനെ പ്രസവിച്ച വയറ് ഈ ഭൂമിയിലേക്കും വെച്ച് ഏറ്റവും പരിശുദ്ധമായതല്ലേടോ? ആ മനുഷ്യന്റെ മകളായി ജനിച്ച ഏതെങ്കിലും ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടി ഈ ഭൂമിയിലെ ഏറ്റവും ഭാഗ്യവതിയായ ഒരു കുട്ടിയാണ്. അയാളുടെ കൂടെ ജീവിക്കുന്ന, അയാളുടെ കൂടെ കിടന്നുറങ്ങുന്ന ഒരു ഭാര്യയുണ്ടെങ്കിൽ ആ ഭാര്യ ഈ ഭൂമിയിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത ഒരു സ്ത്രീയാണ്. ഒന്നാലോചിച്ചു നോക്ക്. ഇന്ന് സമൂഹത്തിൽ പകൽ സമയങ്ങളിൽ വന്ന് മാന്യത കാണിക്കുന്നവർ പോലും ഇരുട്ടുവാക്കിനൊരു സ്ത്രീയെ കണ്ടാൽ, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നഗ്നത കണ്ടാൽ മാറി നിന്ന് ആസ്വദിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പോലും ഇതുപോലുള്ള മനുഷ്യർ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അത് തന്നെയാണ് നമ്മുടെയൊക്കെ വിജയം എന്ന് പറയുന്നത്. സ്ത്രീകൾ തന്നെ സ്ത്രീകളുടെ നഗ്നത പറഞ്ഞ് ആസ്വദിച്ച് തങ്ങളുടെ ലൈവുകളിൽ വരുന്നവന്മാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇത്തിരി പോകുന്ന കുഞ്ഞു മക്കളെ അടക്കം പറഞ്ഞ് ആസ്വദിച്ച് അവരെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന സ്ത്രീകൾക്ക് പോലും ആ പുരുഷൻ ഒരു മാതൃകയാണ്. സ്ത്രീകൾക്ക് പോലും ആ പുരുഷൻ ഒരു മാതൃകയാണ്. ഒന്ന് ആലോചിച്ചു നോക്ക്. ഇതിലും കൂടുതലൊന്നും പറയാനില്ല. അതായത് നമ്മൾ വളർന്നു വരുന്ന ചുറ്റുപാടിൽ നിന്നും നമ്മൾ വളർത്തിക്കൊടുക്കുന്ന നമ്മുടെ തലമുറയിലേക്ക്, ഭാവി തലമുറയിലേക്ക് നമ്മൾ വളർത്തിക്കൊടുക്കുന്ന ഒരു സംസ്കാരമുണ്ട്. പൊതുസമൂഹങ്ങളിൽ അല്ലെങ്കിൽ പൊതു ഇടങ്ങളൊന്നും വേണ്ട, എവിടെ ആയിരുന്നാലും ഇതുപോലൊരു അപകടാവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു ഒറ്റയ്ക്കൊരു സ്ത്രീ പോകുന്ന സമയത്ത് അവരെ സംരക്ഷിക്കേണ്ടവരാണ്. നമ്മുടെ രാജ്യത്തെ സ്ത്രീകൾ എന്ന് പറയുന്നത് നമ്മൾ സംരക്ഷിക്കേണ്ടവരാണ്. ഈ വളർന്നു വരുന്ന കൊച്ചു മക്കളെ പോലും വലിച്ചു കീറുന്ന മനുഷ്യരെ കണ്ട് പഠിക്കടോ. ഇന്നും മനസ്സാക്ഷി മരവിക്കാത്ത സംസ്കാരമുള്ള നാട് തന്നെയാണോ ഞങ്ങളുടെ നാട്?